വചനമൊഴി ഡിസംബർ 17. വചനഭാഗം 1 പത്രോസ് 2:1-10, മർക്കോസിന്റെ സുവിശേഷം 3:31-35. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം കാണുന്നത് ഈശോ ഒരിടത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോയുടെ ചുറ്റും ധാരാളം ജനം ഉണ്ടായിരുന്ന ഒരവസരത്തിൽ ഈശോയെ കാണുവാൻ വേണ്ടി ഈശോയുടെ അമ്മയും സഹോദരന്മാരും വരുന്നതിനെ കുറിച്ചാണ്. ആളുകൾ ഈശോയുടെ അമ്മയും സഹോദരന്മാരും അവിടുത്തെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത്, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരങ്ങൾ? ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എന്റെ സഹോദരന്മാരും സഹോദരിമാരും അമ്മയും എന്നാണ് ഈശോ പറയുന്നത്. ഈശോ താൻ വന്നു പിറന്ന കുടുംബവുമായുള്ള ബന്ധത്തെ തിരസ്കരിക്കുകയല്ല, മറിച്ച് തന്റെ കുടുംബത്തെ വിസ്തൃതമാക്കുകയാണ് ചെയ്തത്. തന്റെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വചനത്തിനു മുമ്പിൽ സ്വയം സമർപ്പിച്ച പരിശുദ്ധ കന്യകാമറിയം മിശിഹായുടെ ഭവനമായി മാറിയതുപോലെ, വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ മറിയം അവിടുത്തെ അമ്മയായി മാറിയതുപോലെ, മിശിഹായെ സ്വീകരിക്കുന്ന എല്ലാവരും അവിടുത്തെ അമ്മയുടെ സ്ഥാനത്തും സഹോദരീ സഹോദരന്മാരുടെ സ്ഥാനത്തും ആണ് എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുന്ന് വന്നു പിറന്ന കുടുംബം വിസ്തൃതമാക്കുകയാണ് ചെയ്തത്. ദൈവത്തിന്റെ ഹിതമനുഷ്ഠിച്ച് പ്രവർത്തിച്ചുകൊണ്ട് മിശിഹായുടെ കുടുംബത്തിലെ അംഗങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കണം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് നാം ശ്രവിക്കുന്ന ലേഖനഭാഗം പത്രോസ്ലീഹ ആദിമസഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ്. പത്രോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നത് മിശിഹായുടെ കുടുംബത്തിലെ അംഗമായി മാറുന്നവരുടെ ജീവിതശൈലി എന്തായിരിക്കണമെന്നതാണ്. നവജാത ശിശുക്കളെ പോലെ നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ദാഹിക്കുവിൻ. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ, അതിനാൽ സജീവ ശിലയായ അവനെ നമുക്ക് സമീപിക്കാം. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പണിതുയർത്തപ്പെടട്ടെ. ഈശോ മിശിഹ വഴി ദൈവത്തിന് സ്വീകാര്യമായ ആത്മീയ ബലി അർപ്പിക്കുന്നതിന് വിശുദ്ധ പുരോഹിതന്മാരാകുകയും ചെയ്യട്ടെ. മിശിഹായെ തന്റെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഈശോ വസിക്കുന്ന ആലയമായി മാറിയതുപോലെ, ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും സജീവ ശിലകൾ കൊണ്ട് ഈശോയുടെ ആലയം പണിയണമെന്നാണ് തിരുവചനം പറയുന്നത്. സജീവ ശിലകൾ കൊണ്ട് ഒരു ആത്മീയ ഭവനമായി മാറണമെന്നാണ് ഈശോ പറയുന്നത്. മിശിഹായുടെ ജീവിക്കുന്ന ഭവനമായി മാറുവാൻ നമ്മുടെയൊക്കെ ദൈവാലയങ്ങളിൽ മിശിഹായുടെ ശരീരം പ്രതിഷ്ഠിക്കുന്ന സക്രാരികൾ നിർജീവമായ സക്രാരികളാണ് എങ്കിൽ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മിശിഹായുടെ തിരുശരീരം പ്രതിഷ്ഠിക്കുന്ന സജീവ ശിലകളാണ്, സജീവ സക്രാരികളാണ് നാം എന്ന ബോധ്യത്തിൽ ആഴപ്പെടുവാൻ, അപ്രകാരം മിശിഹായെ വഹിക്കുന്ന സക്രാരികളായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.